അവരങ്ങനെ പറയുന്നത്. ഇവരുടെ രീതി മനസ്സിലാക്കണ്ടേ? ഇതിനൊരു എല്ലാവരും കൂടി ഇതിനെ ഒറ്റപ്പെടുത്താനുള്ള. പിന്നെ ഇതെങ്ങനെ അവിടെ ജീവിച്ചു പോകും? 13 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്. ഇവിടെ ഇപ്പൊ ചെന്നുകൊണ്ട് ഈ എപ്പോഴെങ്കിലും അറിയിച്ചെന്നും പറഞ്ഞാണ് ഇതിനോട് ഈ വഴക്കവർക്ക്. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൂടെ ഇവിടെ നിൽക്കാറുണ്ടോ? ഇല്ല, അല്ലെങ്കിൽ തന്നെ കുറച്ച് ഒരു ഇതുണ്ടായാല് അങ്ങനെ ഒരു വിടൂല. ഇവനാണ് വിടാത്തത്, ഈ ഭർത്താവ് വിടൂല. കൊണ്ട പറയും കൊച്ചങ്ങളെ കൊണ്ടുകൊണ്ട് അവിടുത്തെ രീതി പഠിക്കുള്ളൂ. ഈ നാട്ടിലെ രീതി പഠിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങളോട് ഒന്നും നിൽക്കാൻ പാടില്ല. സന്ധ്യയുടെ അല്ല കുഞ്ഞുങ്ങൾ രണ്ട് അവരുടെ മാത്രമാണ്. ഞങ്ങളോടും ഒരു ബന്ധമില്ലവനെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവർ രണ്ടും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ വരാറൊക്കെ ഉണ്ടോ? ഇല്ല, വന്നിട്ടേ ഇല്ല. ആ കല്യാണത്തിന്റെ ഇടയ്ക്ക് വന്ന് അവന് കാറിന് വന്ന് ഇതിനെ കൊണ്ടുപോയി വിരുന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കൂടി ഒക്കെ വന്ന് ഈ രണ്ടാമത്തെ കൊച്ചുണ്ടായതിന്റെ ഒന്നും വന്നിട്ടില്ല. ശരി. ഇത് നിങ്ങൾ ചോദിച്ചില്ലേ എന്താ എന്റെ മോളെ നീ അല്ല മോനോട് ചോദിച്ചില്ലേ എന്താ നീ വരാത്ത, നീ എന്റെ അടുത്ത് വന്നിക്കാത്ത, എന്താ നിനക്ക് വേണ്ടത്? ഒരു ദിവസം വരാം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും. അവര് വിടേയില്ല. ഈ മോന് ഈ വെള്ളമൊക്കെ അടിച്ചു പിന്നെ അവനൊരു ഇതൊന്നും ഇല്ല. ഞങ്ങളോട് ഒരു സ്നേഹമോ ഇവളോടൊരു സ്നേഹമോ. രണ്ട് മക്കള് ഉണ്ടായിരുന്ന ഇവര് ശരിയായിട്ടും ഈ സഹോദരന്മാരും ഒക്കെ എങ്ങനെയാ മോളോട് പെരുമാറുന്നത്? എങ്ങനെയാ സന്ധ്യയോട്? അത് ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. പിന്നെ കുറച്ച് കൊല്ലങ്ങളായിട്ട് അയ്യന്മാർക്കൊന്നും സ്നേഹമില്ലാന്ന് പറഞ്ഞോളൂ. അല്ല, കൊച്ചിനൊക്കെ അവിടെയാ നിൽക്കാനാ താല്പര്യം, ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് അവര് പറയുന്നത്. അത് ഇവരാക്കി എടുത്തേക്കണതാ. അമ്മ അവിടെ ഇവിടെ നല്ല ഫുഡൊക്കെ അമ്മ അവിടെ ഉണ്ടാക്കും. അപ്പൊ ഇത് ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും അവരവിടെ വെളുപ്പിനെ നേരത്തെ എഴുന്നേറ്റ് അവരെ മക്കൾക്ക് കൊടുത്ത് എനിക്ക് കൂടാനുണ്ടാക്കി കൊച്ചങ്ങൾ അങ്ങോട്ട് കൂടും. അങ്ങോട്ട് 5 മണിക്കോട് കൊണ്ടാക്കി കൊള്ളണമെന്നാണ് ഓർഡർ. ടൈമൊക്കെ ഉണ്ട്. എന്നോട് അമ്മ പറഞ്ഞാണ് 5 മണിക്ക് സന്ധ്യ ഇത് നിങ്ങൾ കൊണ്ടുവന്നാക്കി തന്നെ പോയി എന്നെ കൊണ്ടുവന്നാക്കാൻ പറയും. കൊച്ചു മരിച്ച കൊച്ചു അങ്ങനെ നാളും കൂടിയും 5 മണിയാകുമ്പോ അവര് അറിയത്ത് ബസ് ഒന്നും നിർത്തും പറയാം. പെര തുറന്നുണ്ടായില്ല, ഞാൻ വന്ന് തുറന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അല്ല, കൊച്ചുമക്കളെ താലോലിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹവും നടന്നിട്ടില്ല? ഇല്ല, ഞങ്ങൾക്ക് അത് നിങ്ങള് സ്കൂൾ കുട്ടിനൊക്കെ വന്ന് നിക്കണമെന്നും. മറ്റേ ഈ ചേച്ചിയുടെ മക്കളൊക്കെ വരുമോ? എന്തെങ്കിലും വരും. ഇനിയിപ്പോ നാളെ വരുമോ? എപ്പോഴും വരും. മോനാണെങ്കിലും അപ്പനെ സൈഡ് ചെയ്ത് പറയുന്നു. അത് ഇവര് പറഞ്ഞു വെച്ചേക്കണത്. അമ്മയും ചേട്ടതി അവിടെ ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ വെട്ടുമെന്ന് പറയുന്നുണ്ട് അല്ലേ? അവര് അതവൻ വിളിച്ച് പറഞ്ഞെന്നാണ് പറയണേ ഈ മരുമോൻ. പിന്നെ ഈ അനിയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവൻ തകർന്നു പോയി എന്നൊക്കെ പറയണത്. അനിയനെ നേരത്തെ തൊട്ട് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളും പോകലും കുറവണല്ല, ഇവളും ഇങ്ങോട്ട് വരും. അങ്ങനെ കണ്ട് ഞങ്ങള് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഞാൻ പറയും ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ ഉള്ള അങ്ങനെ എപ്പോഴും തല്ലലൊക്കെ ആണെന്നാണ് പറയണത്. അപ്പൊ ഞങ്ങള് ചെല്ലുമ്പോ ഇവിടെ വന്ന് കരയൊക്കെ ചെയ്യുമോ? ഓരോരുത്തർക്കുണ്ട്. അപ്പൊ ഇത് മാറും. അങ്ങനെ അടുത്തുള്ളവരൊക്കെ പറയുന്നു അവിടെ. ഞാൻ ചോദിച്ചത് എന്തെങ്കിലും തല്ലലും കുഴപ്പമൊക്കെ എന്താ എപ്പോഴും ഇത് എപ്പോഴും എന്താടാ ഞാൻ ചോദിക്കുമ്പോ പറയും ഞാനവിടെ എന്റെ കൈക്ക് അടിച്ചാണെങ്കിൽ ബാക്കി ഉണ്ടാവുമോ, ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞു ഒഴിയണത്. ഇവള് പറയണേ എന്നും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇപ്പം മിണ്ടൂല. നാളെ ഞാൻ പോയിച്ചു വന്നപ്പോഴും അതിലൊക്കെ വീട്ടിൽ ഇരിക്കാണ് അവൻ. അപ്പൊ അവിടെ നമുക്ക് വന്ന എന്നോട് വർത്താനൊക്കെ പറഞ്ഞതല്ലാണ്ട് ഞങ്ങളുടെ പൈസ അവന് വേണം. ഞങ്ങളോട് സ്നേഹമൊന്നും ഇല്ല. നിങ്ങള് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തല്ലോ, അവർക്ക് സ്വർണവും കാര്യങ്ങളും എല്ലാം കൊടുത്തല്ലോ. കൊടുത്തല്ലോ 15 പവനും 1 ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തത്. അപ്പൊ അതൊക്കെ പെരവണിയൊക്കെ ഉണ്ടായപ്പോ കുറച്ചൊക്കെ എടുത്തു. പിന്നെ അവൻ അല്ലാണ്ട് തന്നെ കടം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളുടെ വള്ളയും സാധനങ്ങളൊക്കെ എടുത്തു പോയി. 1 ലക്ഷം രൂപ അമ്മ ഇടയ്ക്ക് പല പ്രാവശ്യമായിട്ട് കൊടുത്തിരുന്നു കുഞ്ഞിന് സന്ധ്യക്ക്. അത് അച്ഛൻ കൊടുത്താണ്. ബാങ്കിലിട്ട് ഇവിടെ സൊസൈറ്റിയിൽ ഇട്ടായിരുന്നു. അപ്പൊ അത് ഇതുപോലെ തീരെ വരും അവളത് വന്ന് കുറച്ച് എടുത്തു തരണമെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അപ്പൊ അവർക്കത് കിട്ടിയില്ല. അവിടെ വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. അത് തീർത്ത്. അത് പക്ഷെ ഇത് അവരാരും വാങ്ങിച്ചതല്ല, മൊബൈലൊക്കെ വാങ്ങിച്ചത് തന്നെ. ഇവിടെ സ്വർണ്ണം വേണ്ട, ഒരു പണ്ട് സ്വർണ്ണം എടുത്തോണ്ട് പോയിട്ട് അത് അരപ്പവനായി മാറിയോ? അത് കൊച്ചങ്ങളുടെ സാധനങ്ങൾ അവിടെ വെച്ചാണ്, ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളാരും ഒന്നും എടുത്തിട്ടില്ല, കൊടുത്തു? നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കാറ്ററിംഗിന്റെ പരിപാടിയാ? എന്താ അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ആദ്യം നൂൽ കമ്പനിയിലായിരുന്നു ജോലി. പെയിന്റ് പണിക്ക് പോകുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. 2 മക്കളുടെ കയ്യിലൊന്നും പൈസ വാങ്ങിക്കാറില്ല? ചെയ്യും. ഇതിന് അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. അവരുടെ കുടുംബത്തില് ഒരു മകൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കുഞ്ഞുണ്ടാകുന്ന, അപ്പൊ അതിനെ പൊന്നു പോലെ അവർ നോക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അവരും നോക്കിയതൊക്കെ ശരി, ഞങ്ങൾ നോക്കിയില്ലെന്നൊന്നും പറയില്ല.
നോക്കിയതിന്റെ റിസൾട്ട് ആണല്ലോ ഈ കാണുന്നത്. ഈ കുഞ്ഞിന്റെ മേലിൽ ഈ അമ്മയ്ക്ക് അവകാശം ഇല്ല. അതെന്തൊരു നോട്ടമാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ അംഗനവാടിയിലൊന്നും അവർക്ക് പോകാൻ പറ്റാത്ത തന്നെ ഇവള് കൊണ്ടുപോകണതാണ്. എനിക്കൊരു അവകാശം ഇല്ലെന്ന് പറയണം. കുഞ്ഞിനൊന്ന് എന്തെങ്കിലും കുറ്റം കണ്ടോ തല്ലാൻ പോലും പാടില്ല. അപ്പം അടിക്കുവൻ. നീ ചെയ്യണ്ടാകുമ്പോ നീ പഠിപ്പിക്കുകയും വേണ്ട, നിനക്കൊന്നും അറിയണ്ട, നീ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഒരു പുസ്തകം എടുത്ത് വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും കുഞ്ഞുങ്ങളുടെ മേലിലും അവകാശം ഇല്ല. അങ്ങനെയാണ് പഠിപ്പിച്ച് പോന്നേക്കണേ. അത് ഈ അമ്മയാണ് അതിന്റെ ആളെന്നാണ് അവള് പറയണത്. ഇല്ലേ, മോളിപ്പം ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കുഞ്ഞിനെ ഇത് ശരിയാണെന്ന് പറയാൻ അങ്ങനെ പറ്റൂല. മോളെ കണ്ടാൽ എന്തായിരിക്കും? എന്താ ഞാനിപ്പോ അടിക്കണോ ഇങ്ങനെ പെറ്റമ്മയാണ്, എനിക്കറിയാം, അതിന്റെ വിഷമം അറിയാം. അത് നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാകും. ആര് നോക്കിയാലും അങ്ങനെ പോകട്ടെ. ഇനിയിപ്പോ ഇവക്ക് ജോലിയൊക്കെ എടുക്കണേലൊക്കെ ഇത്തിരി മടിയുണ്ട് ഇവക്ക്. അപ്പൊ ഇങ്ങനെ എന്താണ് ഇതിനിങ്ങനെ ഇത്രയും ഇത് മയമ്മ ഇത്തിരി ജോലിയും പണി ഇതൊക്കെ എടുക്കണ ആളല്ലോ. ശരിയാണ്. കൊച്ചിനെ പുഴയിൽ എറിഞ്ഞു, ശരി, അത് നമ്മൾ കണ്ടു, ആ വാർത്ത നമ്മളെല്ലാം കേട്ടു. പക്ഷെ അതിന് ശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഇതറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നിയത്? അവരോട് കൊല്ലണം, അവരോട് അല്ല, അമ്മയ്ക്ക് തോന്നി നേരത്തെ എങ്ങനെ സംശയം ഉണ്ടായിരുന്നു? എന്റെ പൊന്നോ അങ്ങനെയൊന്നുമില്ല. അവര് സമ്മതിക്കണില്ല. അത് ചിലപ്പോ പോലീസ് പീഡിപ്പിച്ച് പറയിപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കാണത്തില്ല. പോലീസ് പിന്നെ ആരെങ്കിലും വേണ്ടേ? അല്ല, അവര് പറയാം തെറ്റാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അവൻ ചെയ്ത തെറ്റാണ്. അവനൊന്നെങ്കിൽ ആത്മഹത്യയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. കാരണം ഇത് കുറ്റബോധം കൊണ്ടാന്ന് പറയാം. എങ്ങനെ ഞങ്ങൾ അനിയനായിട്ട് അംഗീകരിച്ചാണ്. പക്ഷെ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ അനിയൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. വളരെ ആത്മാർത്ഥം പറഞ്ഞു. കാരണം ഞങ്ങളും ഇനി പിള്ളേരെയൊക്കെ എടുക്കേണ്ടതാണ്. അപ്പൊ മറ്റുള്ളവർ ഞങ്ങളെ സംശയിക്കില്ലേ എന്നൊക്കെയാ മറ്റേ ആള് പറഞ്ഞു. രണ്ടാമത്തെ അനിയൻ ആള് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അമ്മായിയമ്മയുമായിട്ട് എങ്ങനെയായിരുന്നു മോള്? എതിരാണ്. അപ്പൊ ഞാൻ പറയും അത് ചെന്നോള് തൊട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയാം അവരും മിണ്ടാനും സന്ധ്യ വർത്താനം പറഞ്ഞ അവരോട് എന്തെങ്കിലും ചോദിക്കാന്ന് ഇതുങ്ങൾ അകൽച്ചയായിരുന്നു. കൂടുതലെന്ന് പറയണം. അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ട് വരും, വർത്താനൊക്കെ പറയും. ഇവളും അതേ രണ്ടുപേരും നേരക്ക് നേരെ നിക്കലും ഒക്കെ ഇങ്ങനെ ഇതൊരു ശാന്തമായ ഇത് എടുക്കണം എന്നാ പറയാം. രണ്ടുപേരും നീ കല്യാണം കഴിക്കാൻ നിൽപ്പുണ്ട്. 10-37 വയസ്സായി. ഇത് ആരാ കെട്ടിക്കേണ്ടത്? ഈ അച്ഛനോ അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠനോ അല്ലേ ഇതിനകത്ത് ഇടപെടേണ്ടത്? എന്നിട്ട് അവരൊന്നും ഇടപെടാതിരുന്നോണ്ടല്ലേ ഇത് ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഞങ്ങള് ഇവിടെ ചെന്ന കാലം കൊണ്ട് പറയാം ഞന്മാരെ പെണ്ണാട്ടിക്കില്ലെന്നൊക്കെ പറയണം. അവനെന്ത് അത് ഉത്തരവാദിത്തത്തിൽ നിന്ന്. പക്ഷെ ശരിയായിട്ടും ഒരു അച്ഛൻ പിന്നെ ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് സ്നേഹം കൊടുത്താൽ ഭാര്യ എങ്ങും പോവില്ല. പോമോ? നിങ്ങൾ എങ്ങനെയാ സ്നേഹമായിട്ട് കഴിയുന്നത്? നിങ്ങളുടെ അച്ഛൻ ഭർത്താവുമായിട്ടൊരു സ്നേഹബന്ധം ഉള്ളതുകൊണ്ടല്ലേ. ആ സ്നേഹമൊക്കെ കിട്ടാതെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴും പറയും അത് ഇറങ്ങിപ്പോന്ന് പറയുന്നതാണ് വീട്ടിൽ നിന്ന്. ശരി, ഇങ്ങനെ ഇറങ്ങിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ പ്രവർത്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പറയണായിരിക്കും എന്ന് കരുതി ഞങ്ങള് ഇവള് ഇങ്ങനെ കൊച്ചിനോട് ഉള്ളതൊന്നും ഞങ്ങള് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞേനെ. പക്ഷെ പിന്നെ അവര് പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങോട്ട് പോരുമ്പോ പുട്ടുകുറ്റിയും ചട്ടിയൊക്കെ എടുത്തോണ്ട് പോരുമെന്ന്. അങ്ങനെ സത്യമാണോ? കൊണ്ടുവന്നിട്ടുണ്ട് പാത്രമൊക്കെ. അത് ഞാൻ പോണില്ലാന്ന് പറഞ്ഞോണ്ട് അത് കാശ് കൊടുത്ത് വാങ്ങിച്ച പാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നീ ഇറങ്ങി പോകാൻ പറയുമ്പോ അവളിഞ്ഞു പോരും, എല്ലാം എടുത്ത് പറക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഒരൊറ്റ ഡ്രസ്സും അവിടെ ഇല്ല. എല്ലാ കല്യാണ സാരി ഉൾപ്പെടെ എല്ലാം ഇവിടെയാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. രണ്ട് സാരി എടുക്കൂലില്ല, ചുരിദാറാണ്. അപ്പൊ രണ്ടും സാരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്നോട്ടെ എന്നാ ഞാൻ കൊണ്ടുപോണില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടും സാരി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും ഞാൻ ചിലപ്പോ അവിടുത്തെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു കൊണ്ടുവരാന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ നടക്കണ്ടേ. കാരണം പിന്നെ ഈ കുഞ്ഞ് ഞങ്ങളോട് സ്നേഹത്തിലൊന്നും അല്ല. ഈ സഹോദരങ്ങളെ പറ്റി എന്താ പറയുന്നത്? സുഭാഷിന്റെ ഈ സുമേഷിനോട് സുധിയെ പറ്റിയൊക്കെ എന്താ പറയുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയോട് അവരെ പറ്റി എന്തെങ്കിലും പരാതിയൊക്കെ പറയാറുണ്ടായിരുന്നു? സന്ധ്യയെ അനിയന്മാര് എന്നോട് മിണ്ടൊന്നുമില്ല, ഭയങ്കര ഇഷ്ടക്കുറവാണെന്ന് പറഞ്ഞവൻ അവള്. ഞാൻ ചോദിച്ചു ഇവൻ എങ്ങനെയാണ് അമ്മ എങ്ങനെ ഈ അനിയന്മാരോന്ന് ചോദിച്ചപ്പോ ഇഷ്ടമല്ലാന്ന് പറഞ്ഞേ. ഈ കൊച്ചിനെ അമിതമായിട്ട് ലാളിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പരാതി എന്തെങ്കിലും സന്ധ്യ പറഞ്ഞിട്ടുണ്ടോ ഈ അനിയന്മാരുടെ ഭാഗത്തുനിന്ന്? എല്ലാം അമ്മ ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അമ്മ ചെയ്യാണെന്ന് എല്ലാ കാര്യങ്ങളും. ഈ സുധിയുടെ ഒക്കെ അമ്മ. ഈ കുഞ്ഞെന്താ വിളിക്കുന്ന അമ്മേ? എന്നെ അമ്മ. അച്ഛനെയോ? അച്ഛനെ അച്ഛനെന്ന് പറയും. പക്ഷെ നിങ്ങളെ ഇഷ്ടമാണ് അവര്. നിങ്ങൾ വിടാഞ്ഞിട്ടാ അല്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല, അവര് വിടൂല. അങ്ങോട്ട്
അത് എന്താ നമുക്ക് നമ്മുടെ ഒരു രണ്ട് മക്കളല്ലേ? ആ ആ മൂത്ത മോളെ കുഞ്ഞുങ്ങളെല്ലാം വരുന്നു, നിങ്ങൾ എടുക്കുക, നിങ്ങൾ ആഹാരം കഴിക്കുന്നു, പോകുന്നു. ഇവിടെ ഉള്ളവരൊക്കെ പറയും സൗമ്യയുടെ മക്കള് ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സന്ധ്യയുടെ മക്കൾ ഇവിടെ വന്നങ്ങനെ നിൽക്കാറില്ലല്ലോ എന്ന് അവര്. അപ്പൊ അതിന്റെ ഒരു വിഷമം അമ്മയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, ഉവ്വ. അവളെയും കുഞ്ഞുങ്ങളും. ആ ഇവിടെ അപ്പൊ വന്ന് ശരിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മോളും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ ഒന്ന് 2 ദിവസം ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമില്ലേ? ഉവ്വ, ഉവ്വ. ആ സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, നിന്നിട്ടില്ല, നിക്കാൻ അവർ സമ്മതിക്കൂല. ഇത് അമ്മായിയമ്മയോട് പറയാറില്ലയോ എന്താ എന്റെ മോളെ ഞങ്ങൾക്ക് കിടക്കി വിടാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാ എന്റെ മോളെ മർദ്ദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചില്ലേ അമ്മ ഇതുവരെ? അമ്മായി അവനോട് ചോദിക്കാം, നീ ഇങ്ങനെ നല്ലണേ എന്ന്. അവര് തന്നെയിട്ടില്ല, അവരിങ്ങനെ മിണ്ടാതെ നിന്നുകൊണ്ട് ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ടുള്ള പീഡനമാണെന്ന് പറയണത്. ഈ അടുത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വാഴയുടെ ഉള്ളിൽ കൂടി അതിലൊക്കെ ഇതിനെ നോക്കുന്നു. ഇതാണെങ്കിൽ ഒരുപാട് അതിന്റെ മൂത്ത മക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആളോട് വർത്താനം പറയാനും എടുക്കാനൊക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസം കുറവുണ്ടല്ലോ. അപ്പൊ എല്ലാവരും അവരെയും പറഞ്ഞേപ്പിച്ചേക്കാണെന്നാണ് ഇത് പറയുന്നത്. ആരും ഇതിനോടൊരു കൂട്ടുകെട്ടിലില്ല. അടുത്തൊരു വീട്ടിലെ ബർത്ത്ഡേ പാർട്ടി നടത്തിയിട്ട് അവളവിടെ പോയില്ല എന്ന് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് അത് ശരിയായിരുന്നു. ഇവന്റെ ഇഷ്ടക്കുറവിന്റെ ഒക്കെയാണ് അത് പോകാത്തതൊക്കെ. ആകെ ഒരു നിരാശ ജീവിതമാണ്. അവളുടെ ജീവിതത്തില് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ ഈയിടെ എല്ലാം മിണ്ടൂലാന്ന് പറയുള്ളൂ. ഞാൻ നോക്കിയപ്പോഴും അങ്ങനെയാണ്. ഇവളുടെ അടുത്ത് വലിയ അടുപ്പം ഇല്ല അവന്. വാങ്ങിച്ചു കൊടുക്കാൻ മോളെ കാണണമെന്നുണ്ടോ? കാണണമെന്നുണ്ട്. എന്തോ പറയും കണ്ടിട്ട്? ഞാൻ ഇതിനെങ്ങനെ നമ്മള് എങ്ങനെ നിനക്ക് മനസ്സ് തോന്നിയെന്ന് സത്തോടമാരും ഇങ്ങനെ ചെയ്യൂല. ഇവിടെ മക്കളെ വെറുതെ വിടയല്ലേ ഉള്ളൂ. അല്ല, ചോദിക്കുമോ എങ്ങനെ നിനക്ക് തോന്നിയെന്ന് ചോദിക്കുമോ? നല്ലൊരു കൊച്ചായിരുന്നത്. പക്ഷെ അവളിങ്ങനെ ഇവിടെ വന്നതിന് ഭയങ്കര സ്നേഹം. ചെന്ന് കഴിഞ്ഞാലേ നല്ല ബുദ്ധിയൊക്കെ ഉള്ള നല്ല കൊച്ചായിരുന്നു അല്ലേ? അല്ല, അവൾ അധികം അങ്ങനെ അധികം സംസാരിക്കത്തില്ല എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നും നോക്കില്ലല്ലോ. നിങ്ങളോടൊക്കെ നല്ല സ്നേഹമാണോ അമ്മക്ക്? എന്തെങ്കിലും പറഞ്ഞു വഴക്കിട്ടാലും ഇത്തിരി കഴിയുമ്പോൾ ദേഷ്യമൊക്കെ വേഗം വരും. അപ്പൊ അത് ഇത്തിരി കഴിയുമ്പോ മാറിക്കോളും. അങ്ങനെ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും അവള് പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തെറിക്കാറുണ്ടോ? അവരോടാണ്, അവരുടെ വീട്ടിൽ ചെന്നേ പിന്നെയാണ്. ഇവിടെ വെച്ച് ജോലിയൊന്നും എടുക്കണ്ടല്ല. എന്തെങ്കിലും തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ട്, നഴ്സിംഗിന് പോയിട്ടുണ്ട്. പിന്നെ പ്ലസ് ടു വരെ പഠിച്ച് പിന്നെ വീട്ടു ജോലി അടിച്ചു വാരും തുടയ്ക്കും. അങ്ങനെയൊക്കെയുള്ള അത് ക്ലിയർ ആയിട്ടൊക്കെ ചെയ്യും. മൂത്ത ചേച്ചി എന്ത് വരെ പഠിച്ചു? മൂത്ത ചേച്ചി പഠിപ്പൊക്കെ കഴിഞ്ഞതാണ്. ഡിഗ്രി ഒക്കെ എടുത്തു വന്നു. PGക്കൊക്കെ പോയി. ജോലി ഉണ്ടോ? ജോലി പറഞ്ഞാൽ കഴിഞ്ഞൊക്കെ ജോലി ഉണ്ടായി. എറണാകുളത്തും ആലുവയിലും പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പാസ്സായി. ഒരു ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് സന്ധ്യയോടെ വന്നിട്ട് പുള്ളിക്കാരിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എല്ലാവരും അവരുടെ കുടുംബക്കാരൊക്കെ പറയുന്നത്. കാരണം സംസാരത്തിൽ ഇപ്പൊ ആശുപത്രിയിലൊക്കെ ആണെങ്കിലും വെറുതെ കിടക്കുകയായിരുന്നെന്നും ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ട്. ഇതിനിപ്പോ ഇത് അമ്മയ്ക്ക് എന്നാ തോന്നുന്നത്? അമ്മ ഇവിടെ വന്നിട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് വന്നായിരുന്നല്ലോ. അപ്പൊ അപ്പൊ ഒരു വിഷമം ഒന്നും ഫുള്ളായിട്ടും തോന്നിയില്ല? അല്ല, ഞങ്ങൾ ഇത് വിറ്റത്തുണ്ട്. ഒരു 7 മണി ഇരുട്ടാണ്. എന്നാലും മുഖവും സൂപ്പറായിട്ടും കൊണ്ട് കാണാമല്ലോ. അപ്പൊ ഞാൻ കൊച്ചന്തി എന്ന് വയ്ക്കണ്ട്. അപ്പൊ ഇവിടെ കയറി മിണ്ടാണ്ട് വന്ന കയറി അവിടെ എന്തോന്നും അവിടെ വെച്ചുകൊണ്ട് ഒന്നും കൂടാണ്ട് ഇങ്ങനെ കുമ്പിട്ട് കാണും. ഞങ്ങളുടെ ഇവിടെയൊക്കെ മാറി തോന്നും. എന്നിട്ട് ഞാൻ കൊച്ചന്തി അപ്പൊ അച്ഛനും വന്നിട്ടുണ്ട്. വലിയ അച്ഛനും വന്നു. അപ്പൊ എന്റെ കൊച്ചന്തിയടി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്ത അവളും മിണ്ടൂല. പിന്നെ പിന്നെ കൊറേ ചോദിച്ചു പറഞ്ഞു. കൊച്ച് വണ്ടിയില് ഞങ്ങളുടെ ഉണ്ടാവുന്ന എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണോ. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ചോദിച്ചിട്ട് പറയണില്ല. പിന്നെ അപ്പൊ ഞാൻ വിളിച്ചു എവിടെയെങ്കിലും കൊച്ചിനെ ആക്കി വെച്ചും പോന്നേക്കായിരിക്കും എന്ന് കരുതി. പിന്നെ ഞാൻ മോളെ വിളിച്ച ആളോട് വന്നിട്ട് മോളെ ഇത് എങ്ങടെങ്കിലും ഒന്ന് വിളിച്ച് പറ, ഇവളൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവളും വന്നു കഴിഞ്ഞ് ഉണ്ടോ? ഇല്ല, സങ്കടം ഒന്നും മിണ്ടുന്നില്ല. ഇല്ല. അപ്പൊ പിന്നെ ആരോടാ പിന്നെ അത് പറഞ്ഞത്? ഞങ്ങളറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞില്ല. പോലീസുകാർ ഇവിടെ വന്ന് അവിടെ കൊണ്ടുപോയി ജംഗ്ഷനിൽ ചെന്ന് പിന്നെ അവിടെ ആരും കൂടി ചോദിച്ചപ്പോൾ അങ്ങോട്ട് അവിടെ നിന്നാണ് വന്നാണ്ട് എന്നൊക്കെ പറഞ്ഞു. പോലീസ് വന്ന് കൊണ്ടുപോയപ്പോ നിങ്ങൾക്ക് വിഷമം വന്നില്ലയോ? പോലീസിനോട് ചോദിച്ചില്ല എന്തിനാ എന്റെ മോളെ കൊണ്ടുപോകുന്നതെന്ന്? അവര് പറഞ്ഞു സന്ധ്യ മോളെവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും അവരോട് പറഞ്ഞു. ഞാൻ ഓർക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ആളുകളൊക്കെ കൂടി ചോദിക്കാൻ എന്താന്ന് വേഗം പിടിയുന്നാവട്ടെ എന്ന് പറഞ്ഞല്ലോ. എല്ലാവർത്തേക്കൊക്കെ വിളിച്ചറിയിച്ച്. വനിതാ പോലീസായിരുന്നോ വന്നത്? വനിതാ പോലീസ് ഞാൻ ഓർക്കണല്ലോ. പോലീസുകാരെ ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞു. പുത്തൻകുരിശിൽ നിന്ന് വന്നിട്ടുണ്ട്. ചങ്ങനാട്ടെ
വരുണ്ടായി. എന്നിട്ട് പിന്നെ പിന്നെ കൊച്ചു കുഞ്ഞിനെ സന്ധ്യയെ പോലീസ് പിടിച്ചോണ്ട് പോയതിന് ശേഷം കണ്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. അച്ഛൻ പോയി കണ്ടു. അച്ഛനോട് എന്തോ പറഞ്ഞു? പിന്നെ ചേച്ചി പോയി, ചേട്ടൻ കൂടി പോയി കണ്ടപ്പോ എന്തോ പറഞ്ഞു? മോള് പോയി കണ്ടപ്പോ മോൾ എന്തോ പറഞ്ഞു? മോളുടെ അടുത്ത് ചോദിച്ച പോലീസ്. അപ്പൊ പുഴയെ കൊണ്ടുവന്ന് എന്താ സ്ഥിതി? അപ്പൊ എന്റെ മോള് അവര് പറയണത് എന്നിട്ട് ശരി. എന്റെ മോൾക്ക് അവിടെ ചെന്ന് അവര് പീഡിപ്പിച്ച അമ്മയും ചെറുക്കനും ഈ മരുമോനെ അമ്മ പറയണത് അവൻ കേൾക്കുള്ളൂ. അത് കേട്ടോട്ടെ, അതിന് കുഴപ്പമില്ല. അത് പക്ഷെ അവര് സ്വസ്ഥമായിട്ട് ഒരു ജീവിതം അവർ നയിക്കേണ്ടതാണ്. അവരെ അവരുടെ വഴിക്ക് വിടാതെ ഇവര് വലിഞ്ഞു മുറുക്കി. എന്താന്ന് വെച്ചാല് ജോലിക്കൊക്കെ പോകാനും മടിയുള്ളവരാണല്ലോ. അപ്പൊ അമ്മ കൊടുത്തൊക്കെയാണ് സഹായമൊക്കെ. മരുമോൻ അധികം ജോലിക്കൊന്നും പോവില്ല. അവൻ ജോലിക്ക് പോയി പൈസ ഒക്കെ കൊണ്ടുവന്നതിന് കൊടുക്കുക എന്തെങ്കിലും. അവനങ്ങനെ പോകണ്ടെങ്കിൽ അത് അവൻ കുടിക്കും. അത് ശരി, ജോലിക്ക് പോകുന്ന കുടിക്കാൻ വേണ്ടിട്ടാ. ഞാൻ ചെല്ലുമ്പോ പറയും ഇവിടെ എന്തിന്റെ കുറവാന്ന് നോക്കി. അമ്മ ഒന്ന് നോക്കി ഇവിടെ എന്തിന്റെ കുറവാ. അപ്പൊ ഈ ബീഫൊക്കെ വെച്ച് പാത്രത്തിൽ വെച്ചിട്ട് ഇവിടെ ഒന്നും കഴിക്കൂല. ഞങ്ങൾ കഴിക്കൂല ഇവിടെ. ഇഷ്ടപ്പെട്ടതൊന്നും അല്ല. ഇതിനൊരു പച്ചക്കറിയൊക്കെ മതി. അപ്പൊ ഈ പണിക്ക് പോകാതെ എങ്ങനെ മറ്റവരുടെ പൈസ കൊണ്ടാണ് ഇവൻ ജീവിക്കുന്നത്? എന്നിട്ട് നാണം കെട്ട് തിന്നാൻ കിടക്കണമെന്നൊക്കെ ഇതിനെ പറയേ. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രണ്ടനിയന്മാരും നന്നായിട്ട് അധ്വാനിക്കുകയും ജോലി എടുക്കുകയും അവർക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കുക, TV വാങ്ങിച്ചു കൊടുക്കുക, എല്ലാം ചെയ്യും. പക്ഷെ ഇവൻ പഠിക്ക് പോകത്തില്ല. ഇവൻ തിരുവനന്തപുരത്ത് അങ്ങോട്ട് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ ഇടയ്ക്ക് പോയതാണ്. ഇടയ്ക്ക് പോയിട്ട് പോയി വന്നിട്ട് ഉള്ളോട് വേണ്ടിയിട്ടില്ലാന്ന് പറയണം. ഞാൻ നാളെ ചെന്നപ്പോ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പോഴൊന്നും വന്നുകൊണ്ട് ചുറ്റും ഞങ്ങള് വല്ല പൈസ ഉണ്ടോന്ന് ചുറ്റും വന്ന് നോക്കും. നമ്മള് വല്ല വെള്ളം കുടിക്കാണ് കയറി ഇരുന്ന് അങ്ങനെ ഒരു ഇതുമില്ല. ഏതെങ്കിലും വന്ന് ഏതെങ്കിലും പൊക്കും. ഇങ്ങനത്തെ ഒരു വരുമാനം. അപ്പൊ ഞങ്ങള് വല്ലവരും അടുത്ത് ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുമ്പോ അതിന്റെ അത് അവിടെ നിൽക്കുമ്പോ അതിനോട് നിങ്ങൾ വല്ലപ്പോഴും ചെല്ലുന്ന ആൾക്കാരോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അവളോട് എങ്ങനെ ആയിരിക്കും നിങ്ങൾ ഊഹിക്കുക. അവള് പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞു. അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാല്ല. സ്വർണം ഒരു മാല താലിമാല അവിടെ ഊരി അകത്ത് വെച്ചേർന്നു. അന്ന് ഞാനിത് എടുത്തോണ്ട് പോകണമെന്ന് പറയണ്ടേ. കെട്ടിയ താലിമാല 2 ആഴ്ച ഇട്ടിട്ടുള്ളൂ. ഒരു മാസോ അവന് വണ്ടി ഒരു പൊക്കല് മണ്ണെടുക്കണമെന്നും പറഞ്ഞാണ് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ അതെങ്ങാണ്ട് വെച്ച് വണ്ടി പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കടം വന്നെന്നും പറഞ്ഞ് മാല ഇട്ടുണ്ട്. പിന്നെ കണ്ടിട്ടില്ല. സ്വർണം കാണാൻ പാടില്ലെന്ന് അടുത്തുള്ളവരൊക്കെ പറഞ്ഞെന്ന് പറയണം. അങ്ങനത്തെ ഒരു ആളാണ്. കല്യാണം കഴിച്ച് അയപ്പിച്ചിട്ട് അവര് അനുഭവിച്ച ദുഃഖമാണ് അത് നമ്മൾ പറയുന്നത്. ഇത്രയും ഒരു പെൺകുട്ടി, അവൾക്ക് അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല. ഈ അയലോക്കക്കാരോട് ചോദിച്ചാലും അവളധികം സംസാരിക്കുന്ന പ്രകൃതം അവൾക്കില്ല. പക്ഷെ അത് വെച്ച് അവളെ നന്നായിട്ട് മുതലെടുത്തു. കാരണം എന്താടാ എന്ന് ചോദിക്കാൻ ആരാടാ എന്ന് ചോദിക്കുന്ന ഒരാളായിരുന്നു അവളെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൾക്കതിന് ശേഷിയില്ല. അവര് 3 ആണുങ്ങള്, അമ്മ, അച്ഛൻ, അവരുടെ ആ ഇടയ്ക്ക് അവൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് അമ്മ പറയുന്നത്. ഒരമ്മയുടെ സങ്കടമാണ്. അമ്മയ്ക്ക് പെറ്റ അമ്മ എന്ന നിലയിൽ മോളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവരോട് ഞങ്ങളോട് പറഞ്ഞു. അവര് 100% ഇവിടെ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നവർ തന്നെയാണ്. അല്ലാതെ അവള് നല്ല മിടുക്കിയാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയാം. തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ തെറ്റ് ചെയ്യാനിടയായ സാഹചര്യം എന്താണ്, അതിനകത്ത് ആരൊക്കെയാണ് അവളെ ആ വഴിയിലേക്ക് എത്തിച്ചത്, അവളെ എത്ര വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് ആരാണ് ആക്കിയത് എന്നാണ് അന്വേഷിക്കണമെന്നാണ് അമ്മയും അതുപോലെ തന്നെ സഹോദരിയോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും പറയുന്നത്. ഏതായാലും ഒരമ്മയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അവര് രണ്ടുപേരും ഇപ്പോഴും അധ്വാനിച്ചിട്ട് അവർ ജീവിക്കുന്നവരാണ്. ഇവരുടെ ഒന്നും പൈസ വാങ്ങിയത്. മൂത്ത മോള് പൈസ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇളയ ഈ മോൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും 1 ലക്ഷം രൂപ ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കി 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. അത് ബാങ്കിലിട്ട് കൊടുത്തു ഇതിന്റെ ആവശ്യത്തിന്. കാരണം അവന് കൃത്യമായി പൈസ കിട്ടുന്നില്ല. അനിയന്മാരുടെ നിന്നൊക്കെ പൈസ വാങ്ങിക്കേണ്ട ഗതികേട് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പണിക്ക് പോകത്തില്ല. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഇവർ കൊടുത്തു. നീ 1 ലക്ഷം രൂപ കൊടുത്തു, നീ ബാങ്കിലിട്ടു. അപ്പൊ അവർ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാൻ അവർക്ക് കൊടുത്തു. അത്ര വരെ ഇവര് ഈ 15 പവനും 1 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് 13 വർഷം മുമ്പ് കൊടുത്ത് കല്യാണം കഴിച്ചതിന് ശേഷം അവർ ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ ഇവർ ചെയ്തത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊക്കെ ഇവരെയും പറയാം, അയ്യോ നിങ്ങളാണോ ആ സ്ത്രീയുടെ തള്ള എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അവരുടെ വിഷമം നമ്മൾ കാണണം ശരിയായിട്ടും. ഇതിനകത്ത് ഇവർ ഒരിക്കലും പറയത്തില്ല സന്ധ്യ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിനകത്ത് നിയമം പറയുന്ന ശരിയായ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ അവളെ നല്ല മാനസിക സമ്മർദ്ദത്തിൽ അവരാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരു പീഡനം അവൾ അനുഭവിച്ചിരുന്നു. അതിനെ കൂടെ ശിക്ഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്.
അമ്മയ്ക്ക് തന്നെ പറയാനുണ്ടോ? അങ്ങനെ തന്നെയാണ്. അവിടെ സ്വാതന്ത്ര്യം ഇല്ല അവർക്ക്. പിന്നെ എങ്ങനെ ആ വീട്ടിലൊരു അങ്ങോട്ട് കടന്നു പോകാനോ ഇങ്ങോട്ട് കടന്നു പോകാനോ, അങ്ങോട്ട് കടന്നു ചെന്നാൽ തന്നെ ഒരാവശ്യത്തിന് പോയാൽ തന്നെ ഇവിടെ പിന്തിരിപ്പിക്കും പറഞ്ഞാൽ പുറത്ത് മാറ്റുള്ളൂ. അങ്ങനെ ആണെങ്കിൽ കൂടെ പോകില്ല, കൂടെ ഒപ്പം നടക്കൂല അടുത്തുള്ളവരൊക്കെ. എന്നിട്ട് അതിന് ബുദ്ധിമുട്ടായി. അപ്പൊ ആവശ്യമൊക്കെ വിളിച്ചാൽ പോകാൻ മടിയായി. ഇതൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുമോ? ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കൂല. ഈ അമ്മ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഈ കൊടുത്ത പൈസക്കൊക്കെ ഡ്രസ്സൊക്കെ. ഭർത്താവിന്റെ രീതിയിലുള്ള കടമ എന്താ ഇദ്ദേഹം ചെയ്യുന്നത്? ഇടയ്ക്ക് വേണ്ട ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴടുത്തും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. 13 വർഷമായി. മോനെ കാണുമെന്ന് ആഗ്രഹമില്ലേ അമ്മയ്ക്ക്? ഇപ്പം കൊച്ചുമോനല്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ചെല്ലുമ്പോ പൈസ കൊടുക്കുന്നു, കയ്യിൽ കൊടുക്കും കാണാൻ ചെല്ലുന്ന. വാങ്ങിച്ചുകൊണ്ട് ശരിക്കും ഇനിയും അവര് നിങ്ങളെ കാണാൻ അനുവദിക്കത്തില്ലാതെ വരുമോ? എനിക്കറിയാൻ പാടില്ല. മോള് ഇങ്ങനത്തെ ചെറിയ ചെയ്തു വെച്ചില്ലേ, കൊച്ചിനെ പിരിയാനുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ അവരും ഇങ്ങോട്ട് വിടൂലില്ല. നമ്മളെന്ത് ചെയ്തിട്ടാ? പിന്നെ സന്ധ്യയുടെ പിതാവാണ്. അവരൊക്കെ ദുഃഖത്തിലാണ്. ഇപ്പൊ നല്ല മരുന്നൊക്കെ കഴിച്ച് തലകറക്കവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. മകളെ കല്യാണം കഴിച്ച് അയച്ചതാണ്. അവര് മകളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവര് സ്വസ്ഥമായി നാളെ ഒരു കുടുംബജീവിതം നയിക്കുമെന്ന് കരുതുന്നു. ഇപ്പം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇവരാരും മകളെ കാണാൻ പോവുകയോ ഇവര് മകളുടെ കൂടെ മകൾ ചെയ്തത് ശരിയാണെന്ന് പറയുകയോ ചെയ്യുന്നവരല്ല. ആണോ? അങ്ങനെ പറയുമോ? മകൾ ചെയ്തത് ശരിയാണെന്ന് നമ്മൾ പറയത്തില്ലല്ലോ. പറയുമോ? അവൾ അതിന്റെ ശിക്ഷ അനുഭവിക്കണ്ടേ? അത് അക്കാര്യത്തിൽ അവർക്ക് യാതൊരു വ്യത്യാസവുമില്ല. അവള് ചെയ്ത തെറ്റാണ്. പക്ഷെ ആ വഴിയിലേക്ക് അവളെ എത്തിച്ചത് ആരാന്ന് വെച്ചാൽ അവരോട് ശിക്ഷിക്കപ്പെടണമെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ അച്ഛനെ കുറിച്ച് അവർ മോശം അഭിപ്രായം പറഞ്ഞില്ല, നല്ല അഭിപ്രായം പറഞ്ഞു. ഈ അമ്മയെ കുറിച്ചും ചേച്ചിയെ കുറിച്ചുമാണ് പറഞ്ഞത്. അച്ഛനെ എന്താ അത്ര ഇഷ്ടപ്പെടാൻ കാര്യം? അത് പൈസ ചോദിക്കാറുണ്ടായിരുന്നോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.